ഇപ്പോൾ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരം നടക്കുന്ന നാഗ്പൂരിൽ നിന്ന് മഹേഷ് പോലൂർ ചേരുന്നുണ്ട്. മഹേഷിനൊപ്പം കരുൺ നായരുമുണ്ട്. കയ്യിൽ പ്രയാസമുണ്ട്. ഓക്കെ, ഇന്നത്തെ സെഞ്ചുറി, മനോഹരമായ സെഞ്ചുറി. നമ്മൾ മലയാളികൾ വലിയ നിരാശയിലാണെങ്കിലും ഒരു അർത്ഥത്തിൽ മലയാളികൾ വലിയ സന്തോഷത്തിലാണ് കരുണിന്റെ സെഞ്ചുറി കണ്ടിട്ട്. എങ്ങനെയായിരുന്നു ഇന്നത്തെ ഇന്നിങ്സ്? നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. വലിയ കഷ്ടമുള്ള സിറ്റുവേഷനെയാണ് ഞാൻ കയറി ചെന്നത്. 7 റണ്ണിന് 2 വിക്കറ്റ് പോയായിരുന്നു. സോ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി നമ്മുടെ ടീമിന് വേണ്ടി. ആൻഡ് നാളത്തെ ഒരു ദിവസം കൂടെ ഉണ്ട്, നല്ലതായിട്ട് കളിക്കണം. ആൻഡ് എത്ര ഒക്കുന്നോ അത്രയും ബാറ്റ് ചെയ്യാൻ നോക്കും. ഈ കരുൺ ഈ സെഞ്ചുറിക്ക് ശേഷം കാണിച്ച സിഗ്നൽ അത് ടീം അംഗങ്ങളോട് മാത്രമാണോ, അതല്ല ഞങ്ങളെല്ലാവരും അത് കാണേണ്ടതാണ്? അത് ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും എടുക്കാം. പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഞാൻ പുറകിൽ നമ്മുടെ സൈഡ് ആം ത്രോവർ യെസ് തോറാട്ടിനോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു 100 കൂടെ അടിച്ചാൽ ഇങ്ങനെ കാണിക്കാനൊരു അവസരം കിട്ടും. സോ അങ്ങനെ കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഇച്ചിരി ഫസ്റ്റ് ഇന്നിങ്സ് ഇച്ചിരി ഭയങ്കര ഡിസപ്പോയിൻറ്റ്മെൻ്റ് ആയത്, ചാൻസ് പോയത്. സോ ഇപ്പോൾ ആ ചാൻസ് വന്നപ്പോൾ അത് മിസ്സായില്ല. ആൻഡ് കാണിക്കാമെന്ന് തോന്നി കാണിച്ചു. പക്ഷേ ആർക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അത്. പക്ഷെ അങ്ങനെ ഒരു മീനിങ് അങ്ങനെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് സംസാരിച്ചുകൊണ്ട് ചെയ്തതേ ഉള്ളൂ. ക്യാച്ച് മിസ്സായ സമയത്ത് എന്തായിരുന്നു മനസ്സിലത്? 31 നിൽക്കുമ്പോഴാണ് ക്യാച്ച് മിസ്സായപ്പം കൊണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് പോയിരുന്നു, കയ്യിലോട്ട് പോകുന്നു, നേരെ കയ്യിലോട്ട് പോകുന്നു. പക്ഷെ ചിലപ്പോൾ അങ്ങനെ പറ്റും. എല്ലാവർക്കും ക്യാച്ച് അറിഞ്ഞുകൊണ്ട് ആരും വിടത്തില്ല. സോ അങ്ങനെ ചിലപ്പം ഞാനും വിട്ടിട്ടുണ്ട് ഒത്തിരി ക്യാച്ച്. ആൻഡ് അപ്പം ഞാൻ എന്നോട് ജസ്റ്റ് നോർമലായിട്ട് കളിക്കണം, എങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന അങ്ങനെ കളിക്കണം, അങ്ങനെ ഒരു ബോൾ വന്നാൽ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ് കളിച്ചു. അത്ര കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ചോദിക്കാൻ വിട്ടുപോയതാണ്, കേരളത്തിന് കളിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. ഇനി എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും? ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ സിറ്റുവേഷൻ പിന്നെ വന്നാൽ ചിലപ്പോൾ ആഗ്രഹം കാണും. പക്ഷെ ഇപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല. സോ പക്ഷെ എന്തോ പറ്റാൻ പോകുന്ന ആർക്കും പറയാൻ ഒക്കത്തില്ല ഒരാളുടെ ലൈഫിൽ. സോ ജസ്റ്റ് ട്രൈങ് ടു എൻജോയ് എവറി സിംഗിൾ ഡേ ആൻഡ് ടേക്ക് ഇറ്റ് 1 ഗെയിം അറ്റ് എ ടൈം. റിസൾട്ടിനെ കുറിച്ച് എന്താണ് ഒരു പ്രഡിക്ഷൻ? സ്വാഭാവികമായും വിദർഭ വലിയ പ്രതീക്ഷയിൽ തന്നെ നിൽക്കുകയാണ്. പ്രതീക്ഷ ഒബ്വിയസ്ലി എല്ലാവർക്കും കാണും. പക്ഷേ നമ്മുടെ ഇപ്പം സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഒരു സെഷനും കൂടെ മിനിമം ബാറ്റിംഗ് ചെയ്യണം. ഒരു സെഷൻ കൂടെ ബാറ്റിംഗ് ചെയ്താൽ ചിലപ്പം മോസ്റ്റ്ലി നമുക്കങ്ങ് ഇച്ചിരി പോവാം, റിലാക്സ് ചെയ്യാം. പക്ഷേ ഇതുവരെ ഒരു ദിവസത്തെ കളിയുണ്ട്. എന്തോ വേണമെങ്കിലും ക്രിക്കറ്റ് ഒരു ഫണ്ണി ഗെയിമാണ്. സോ അങ്ങനെ ഫോക്കസുമായിട്ട് പോകണം, ഫുൾ ഡേ കളിക്കാൻ. കേരളം നിങ്ങളെ വിക്കറ്റ് എടുക്കാത്തതിൽ ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് കരുണിൻ്റെ മുഖം കാണുമ്പോൾ ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. കരുൺ നായരാണ് നമുക്കൊപ്പം ചേർന്നത്. വലിയ സന്തോഷത്തിലാണ് കരുൺ. നാളെ ആദ്യ സെഷൻ കൂടി ബാറ്റ് ചെയ്ത ശേഷം ഒരു പക്ഷേ കേരളത്തെ ബാറ്റിങ്ങിന് അയക്കാനാവാം വിദർഭ ശ്രമിക്കുന്നത്. എന്തായാലും ആ 9 എന്ന് കാണിച്ച ആ ചിഹ്നം അത് ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എടുക്കാം. സെലക്ടർമാർക്ക് വേണമെങ്കിലും കേരളത്തിനെതിരെ വിദർഭ കൂറ്റൻ സ്കോറിലേക്ക് പോവുകയാണ്. വിദർഭയ്ക്കായി സെഞ്ചുറി നേടിയ കരുൺ നായരാണ് മഹേഷ് പോലൂരിനൊപ്പം നാഗ്പൂരിൽ നിന്ന് ചേർന്നത്.